വസ്തുക്കളും പറയുമ്പോൾ അതിൻ്റെ ഡയറ്റ് പറയുമ്പോൾ ഫൈബർ അടങ്ങിയ അല്ലെങ്കിൽ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കണമെന്ന് പറയും. അപ്പോൾ അതെന്തൊക്കെയാണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇപ്പം നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അർഷസ്, അതായത് ഹെമറോയിഡ്സ്, പിന്നെ ഡൈവർട്ടിക്കുലൈറ്റിസ്, കാർഡിയോവാസ്കുലർ ഡിസീസ്, ഷുഗർ, കൊളസ്ട്രോള്, പിന്നെ നമ്മളുടെ ദഹന വ്യവസ്ഥയെ സഹായിക്കുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് ദഹിക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് പതിയെ കൂടുകയുള്ളൂ. അതുപോലെ തന്നെ ഇൻസുലിൻ്റെ ഫംഗ്ഷൻ ഇത് സഹായിക്കുകയും ചെയ്യും. അപ്പം കുറച്ച് നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗോതമ്പ്, ഓട്സ്, ഉലുവ, റാഗി, പിന്നെ തവിടോട് കൂടിയ അരി, അതുപോലുള്ള ധാന്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഈ പരിപ്പുകളെല്ലാം നല്ലതാണ്. പിന്നെ ഗ്രീൻ പീസ്, കിഡ്നി ബീൻസ്, ചെറുപയർ, അതുപോലുള്ള പയർ വർഗ്ഗത്തിൽപ്പെട്ട ആഹാരങ്ങളും നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ പച്ചക്കറി വർഗ്ഗത്തിൽപ്പെട്ട എല്ലാം, അതായത് ബ്രോക്കലി, ടൊമാറ്റോ, ക്യാരറ്റ്, മത്തങ്ങ, പ്രത്യേകിച്ച് മത്തങ്ങയുടെ കുരു, പിന്നെ ബീട്രൂട്ട്, സ്വീറ്റ് പൊട്ടറ്റോ, മഷ്റൂം, വാഴപ്പിണ്ടി, വാഴക്കൂമ്പ്, പിന്നെ ഇലവർഗ്ഗത്തിൽപ്പെട്ട എല്ലാം, മുരിങ്ങയില, ചീര, പിന്നെ കരിവേപ്പില, അതെല്ലാം, ചിയ സീഡ്, പോപ്കോണ്, ആൽമണ്ട്, വാൾനട്ട്. ഫ്രൂട്ട്സിലാണെങ്കിൽ സിട്രസ് ഫ്രൂട്ട്സ്, ഓറഞ്ച്, ഗ്രേപ്സ്, അതെല്ലാം. പിന്നെ ആപ്പിൾ നല്ലതാണ്, അവക്കാഡോ, ഏത്തപ്പഴം, സ്ട്രോബെറി, ബാർലി, ഇതെല്ലാം നല്ലതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, കഴിവതും തൊലി ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ എല്ലാം, അതിപ്പം വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും തൊലി ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ എല്ലാം തൊലിയോട് കൂടി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ ഏത്തക്കായ തോരൻ വെക്കുമല്ലോ, അപ്പം ജസ്റ്റ് ഒന്ന് ചുരണ്ടി ജസ്റ്റ് പുറത്തെ എന്തെങ്കിലും ഒന്ന് എന്താ പറയുക, കറുത്ത എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അഴുക്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചുരണ്ടി കളയുക, അല്ലാതെ അതിൻ്റെ ഫുൾ തൊലി ഒന്നും കളഞ്ഞ് ഉപയോഗിക്കരുത്. തൊലിയോട് കൂടി ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ എല്ലാം തൊലിയോട് കൂടി ഉപയോഗിക്കുക. ഫ്രൂട്ട്സ് ഒരിക്കലും ജ്യൂസ് അടിച്ച് കുടിക്കാതിരിക്കുക. ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നമ്മളുടെ അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് പോകും. അപ്പം ഫ്രൂട്ട്സ് ഒക്കെ അങ്ങനെ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഇപ്പം ഗ്രേപ്സിൻ്റെ ആണെങ്കിലും ഗ്രേപ്സിൻ്റെ ഒന്നും തൊലി കളയാതെ തന്നെയാണ് എല്ലാവരും കഴിക്കുന്നത്. അപ്പം പറ്റുന്നതിൻ്റെ എല്ലാം, നേരത്തെ പറഞ്ഞ പോലെ തൊലി കളയാതെ ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ എല്ലാം അങ്ങനെ തന്നെ ഉപയോഗിക്കുക. ജ്യൂസ് അടിച്ച് ഫ്രൂട്ട്സ് ഒന്നും കുടിക്കാതിരിക്കുക. അടുത്തതായിട്ട് ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരു ദിവസം ആവശ്യമായിട്ടുള്ള ഫൈബർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 20 മുതൽ 30 ഗ്രാം ആണ് ഒരു ദിവസം വേണ്ടത്. അപ്പം ഇത്രയൊന്നും കഴിക്കാത്തൊരു വ്യക്തി പെട്ടെന്നൊരു ദിവസം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ, പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കാൻ തുടങ്ങിയാൽ അത് ഗ്യാസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഒരു സഡൻ ഇൻക്രീസ് ഉണ്ടാവരുത്. നമ്മൾ ഗ്രാജുവലി കൂട്ടി കൊണ്ടുവരിക. ഈ 20 മുതൽ 30 ഗ്രാം വരെ കഴിക്കത്തക്ക രീതിയിൽ ഗ്രാജുവലി കൂട്ടുക. അത് ശീലമില്ലാത്ത വ്യക്തി. അല്ലാത്തവരാണെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അപ്പം നാരുകളടങ്ങിയ ഭക്ഷണത്തിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ